വാളയാർ കേസിൽ മനസ വാച കർമ്മണ അറിയാത്ത കാര്യത്തിൽ രാഷ്ട്രീയ വേട്ടയ്ക്കിരയായ മന്ത്രി എം.ബി. രാജേഷിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഒരു പിഴച്ച തള്ളയെ ഉയർത്തി തനിക്കെതിരെ കോൺഗ്രസും ലീഗും സംഘപരിവാറും ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ നികൃഷ്ടമായിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലിൻ്റെ ദുരനുഭവം പങ്കുവച്ചുള്ള കുറിപ്പ് അത് ഏതൊരു പൗരനും വായിച്ചിരിക്കേണ്ടതാണ്. ഒരു ഇടതുപക്ഷക്കാരനായതിൻ്റെ പേരിൽ കേരളത്തിൽ സംഘടിതമായിട്ട് ഇല്ലാത്തൊരു കാര്യത്തെ പ്ലാൻ ചെയ്തു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിച്ചതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മന്ത്രി പങ്കുവച്ചിട്ടുള്ള ആ കുറിപ്പിൽ വ്യക്തമാകുന്നുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവം എത്രത്തോളം തീവ്രമാണെന്ന് ആ കുറിപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. മന്ത്രി എം.ബി. രാജേഷിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് ഇങ്ങനെയാണ്. അവരുടെ അമ്മയെക്കുറിച്ച് ഒട്ടും സന്തോഷത്തോടെയല്ല ഈ കുറിപ്പ് എഴുതുന്നത്. പലവട്ടം ആലോചിച്ച ശേഷമാണ് ഇത് എഴുതാമെന്ന് തീരുമാനിച്ചത്. ചില സത്യങ്ങൾ പറയേണ്ടപ്പോൾ പറയണമല്ലോ. 2017 രണ്ട് കൊച്ചു പെൺകുട്ടികൾ വാളയാറിൽ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിനിരയായി ഒന്നിനു പിറകെ ഒന്നായി ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത്. അന്ന് ഞാൻ പാലക്കാട് MP ആണ്. 2019 വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. അന്നൊന്നും ഉയർന്നു വരാത്ത ക്രൂരമായ ആരോപണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഉയർന്നു വന്നു. അന്നത്തെ BJP ജില്ലാ പ്രസിഡന്റ് E. കൃഷ്ണദാസാണ് വാളയാറിലെ കുട്ടികളുടെ മരണത്തിന് കാരണക്കാരനായ കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടുത്തിയത് ഞാനും നിതിൻ കണിച്ചേരിയുമാണ് എന്ന അതിക്രൂരമായ ആരോപണം ഉന്നയിക്കുന്നത്. തൊട്ടു പിന്നാലെ ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലഹരിക്കടിമയായി ടെലിവിഷൻ ചാനലുകളിലെ സ്ഥിരം അധമ ഭാഷക്കാരനായ ഒരു വക്കീൽ വേഷധാരി ഏഷ്യാനെറ്റിലൂടെ ഈ ആരോപണം ആവർത്തിച്ചു. അതിനെതിരെ ഞാൻ നൽകിയ ക്രിമിനൽ അപകീർത്തി കേസ് ഒറ്റപ്പാലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 4 വർഷമായി നടന്നു വരികയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ തൃത്താലയിൽ സ്ഥാനാർത്ഥിയായതോടെ അവിടുത്തെ UDF സ്ഥാനാർത്ഥി തന്നെ എനിക്കെതിരായ വ്യക്തിഹത്യയ്ക്ക് നേതൃത്വം കൊടുത്തു. UDF സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ച് പുറത്തിറക്കിയ ഒരു പോസ്റ്റർ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിലെ വാചകങ്ങൾ ഇപ്രകാരമാണ്: വാളയാറിൽ പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചവനെയല്ല, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവനെയാണ് തൃത്താലയ്ക്ക് ആവശ്യം. തൂങ്ങി നിൽക്കുന്ന 2 കുഞ്ഞുടുപ്പുകളുടെ ചിത്രം പതിച്ച ആയിരക്കണക്കിന് പോസ്റ്റർ മണ്ഡലത്തിലുടനീളം പതിച്ചു. പോളിംഗ് ദിവസം ബൂത്തുകളുടെ എല്ലാം പരിസരങ്ങളിൽ ചുവന്ന മഷി തൂവിയ വെള്ള കുഞ്ഞുടുപ്പുകൾ കൊണ്ടുള്ള തോരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. തീർന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ UDF മത്സരിപ്പിച്ച വാളയാറമ്മ പിന്നെ കേന്ദ്രീകരിച്ചത് തൃത്താലയിലായിരുന്നു. വിഷം തീണ്ടിയ മനസ്സിനുടമയായ കാളകൂട കണ്ഠനും UDF നേതാക്കളും ആ അമ്മയെ തൃത്താലയിലാകെ കൊണ്ടു നടന്നു. 100 കണക്കിന് കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുപ്പിച്ചു. അത്തരമൊരു പൊതുയോഗത്തിൻ്റെ വീഡിയോയാണിവിടെ പങ്കുവച്ചത്. അതിലവർ പറയുകയാണ്: 2017 ജനുവരി 13 എൻ്റെ മൂത്ത മോൾ കൊല്ലപ്പെട്ട അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രതികളെ പോലീസ് വൈകുന്നേരം 7 മണിയാകുമ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും രാത്രി 1 മണിയാകുമ്പോൾ അവിടുത്തെ ലോക്കൽ നേതാക്കൾ ജാമ്യത്തിലിറക്കി കൊണ്ടുവരികയും ചെയ്തപ്പോൾ അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രതികളെ രക്ഷപ്പെടുത്താൻ വിളിച്ചു പറഞ്ഞത് ഇന്ന് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്ന M.B. രാജേഷാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും മുറിവേറ്റ നാളുകൾ അതായിരുന്നു. തൃത്താലയിലെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ കടപ്പാട് ആ ക്രൂരമായ വ്യക്തിഹത്യയ്ക്ക് അവർ പുല്ലുവില കൽപ്പിച്ചില്ല എന്നതാണ്. 2 പെൺകുട്ടികളുടെ അച്ഛനായ ഒരാൾ എന്നതുകൊണ്ട് കൂടിയാണ് ഒരു രാഷ്ട്രീയ ആക്രമണം എന്നതിനപ്പുറം വ്യക്തിപരമായ മുറിവായി അത് മാറിയത്. ആരോപണങ്ങൾ വ്യാജമാണെന്നറിഞ്ഞിട്ടും സംഘി, കോൺഗ്രസ്, ലീഗ് ഹാൻഡിലുകളിൽ നിന്ന് സൈബറിടത്തിൽ സംഘടിതമായ ആക്രമണങ്ങൾ തുടർന്നു. ഇതിനെല്ലാം പ്രധാന കാരണക്കാരനെന്ന നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വക്കാലത്തെടുത്തയാൾക്കെതിരെ കേസ് നൽകിയത്. ഈ പ്രശ്നത്തിൽ വ്യക്തിപരമായ ആക്രമണത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരനുഭവം കൂടിയുണ്ട്. തൽക്കാലം അതിപ്പോൾ പങ്കുവയ്ക്കുന്നില്ല. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണിവർ എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രം പറയാം. എനിക്കെതിരായ വ്യക്തിപരമായ ആരോപണം പക്ഷേ ഒരു മുഖ്യധാരാ മാധ്യമവും നൽകുകയോ ഏറ്റുപിടിക്കുകയോ ചെയ്തില്ല എന്ന് പറയാതിരുന്നാൽ സത്യസന്ധമാവില്ല. പക്ഷേ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷത്തോടും ആ മാന്യത കാണിച്ചില്ല എന്നും പറയാതെ വയ്യ. വാളയാറമ്മയെ വലതുപക്ഷത്തിനൊപ്പം മഹത്വവൽക്കരിച്ച് ഇടതുപക്ഷം ആ അമ്മയോട് ചെയ്ത അനീതികളെക്കുറിച്ച് അവർ മാസങ്ങൾ വെണ്ടയ്ക്ക് നിരത്തി. ദീർഘമായി ഉപന്യസിച്ചു. മുഖപ്രസംഗങ്ങളിൽ രോഷം കൊണ്ടു.
മാസങ്ങളോളം ചാനലുകളിൽ പ്രൈം ടൈമിൽ മത്സരിച്ച് വട്ടത്തിലും നീളത്തിലുമിരുന്ന് അന്തമില്ലാതെ ചർച്ചകൾ നടത്തി. കാളകൂട കണ്ഠന്മാർ വിഷം വമിക്കുന്ന നുണകൾ ഞങ്ങൾക്കെതിരെ ടൺ കണക്കിന് ചൊരിഞ്ഞു. ഇടതുപക്ഷത്തെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുക എന്ന ദൗത്യം വലതുപക്ഷത്തിനായി നിർവഹിച്ചു. കേരളത്തിലെ വലതുപക്ഷത്തിന്റെ അമ്മ മാധ്യമങ്ങൾക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ എല്ലാം അമ്മയായി മാറി. ഇപ്പോൾ CBI സമർപ്പിച്ച കുറ്റപത്രത്തിലൂടെ സത്യം പുറത്തു വന്നിരിക്കുന്നു. ദ ഹിന്ദു മാത്രമാണ് പ്രാധാന്യത്തോടെ അത് റിപ്പോർട്ട് ചെയ്തതായി കണ്ടത്. ഇവരെല്ലാം ചേർന്ന് മഹത്വവൽക്കരിക്കുകയും നാടാകെ ഞങ്ങൾക്കെതിരെ എഴുന്നള്ളിച്ച് നടക്കുകയും ചെയ്ത ഈ അമ്മ പ്രായപൂർത്തിയാവാത്ത സ്വന്തം മകളെ ലൈംഗിക ചൂഷണം നടത്താൻ സഹായം ചെയ്തു. സ്വന്തം കൺമുന്നിലിട്ടും കുട്ടികളെ ദുരുപയോഗിക്കാൻ കൂട്ടുനിന്നു എന്നിങ്ങനെയുള്ള ചോര മരവിപ്പിക്കുന്ന ക്രൂരതകളാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് കുറ്റവാളികൾ ചെയ്ത അതേ കുറ്റത്തിന് വാളയാർ കുട്ടികളുടെ അമ്മയും വിചാരണ ചെയ്യപ്പെടും. ആ സ്ത്രീയെ വിധിക്കാൻ ഞാൻ ആളല്ല, കോടതി വിധിക്കട്ടെ. ആദ്യം മാധ്യമങ്ങളോടാണ് ചോദ്യം. എന്തേ ഈ സ്തോഭജനകമായ വാർത്ത നിങ്ങൾ കൂട്ടത്തോടെ തമസ്കരിച്ചു? എന്തേ പൊടുന്നനെ നിങ്ങൾ ഒന്നടങ്കം നിശബ്ദരായി? എന്തേ തലക്കെട്ടുകളും പ്രൈം ടൈം ചർച്ചകളും കവർ സ്റ്റോറികളും ഇല്ലാത്തത്? ലജ്ജ കൊണ്ടോ അതോ കുറ്റബോധം? മറുപടി പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പറയുമോ? പത്രസമ്മേളനങ്ങളിൽ മാധ്യമ വിമർശനം നടത്തുമ്പോൾ ഇനിയിപ്പോൾ ഇയാളുടെ മാധ്യമ ക്ലാസ് കേൾക്കണമല്ലോ എന്ന് മുറുമുറുക്കുന്നവർ അറിയുക, നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്ന അന്യായങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അത് ഇനിയും പറയേണ്ടി വരും. വലതുപക്ഷത്തെക്കുറിച്ച് എന്തു പറയാൻ? കൊടും നുണകളുടെ രാഷ്ട്രീയ സന്തതികളായ അവർക്കർഹമായ അമ്മമാരെ കണ്ടെത്തുന്നു. ആ അമ്മമാരെ അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കട്ടെ. ആ മാതൃസ്വരൂപങ്ങളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കാൻ അർഹർ വലതുപക്ഷം തന്നെയാണ്. വാൽകഷ്ണം. ഇക്കൂട്ടർ ഇതിനൊന്നും ഒരക്ഷരം മറുപടി പറയില്ല. ചത്ത പാമ്പിനെ പോലെ പതുങ്ങിക്കിടക്കും. അടുത്ത കൊടും നുണയുമായി ഞങ്ങളെ ആഞ്ഞു കൊത്താനുള്ള തക്കം പാർത്ത്. ഇതോടൊപ്പം കമന്റ് ബോക്സിൽ പങ്കുവച്ച വീഡിയോയും UDFന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ കൂടി കാണുക. ഇതാണ് ദീർഘമായിട്ടുള്ള MP രാജേഷിൻ്റെ പോസ്റ്റ്. പക്ഷേ നിരപരാധിയായ ഒരു വ്യക്തി എങ്ങനെയാണ് ഇടതുപക്ഷമായതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് മന്ത്രിയുടെ വാക്കുകളിൽ കൃത്യമായി വെളിവാകുന്നുണ്ട്. ഒരു വ്യക്തിക്കെതിരെ രാഷ്ട്രീയ ആരോപണം കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് വാളയാർ കേസിലൂടെ തെളിയിക്കപ്പെടുകയാണ്. ഒരു അധമ സ്ത്രീയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഇവർ നടത്തിയിരിക്കുന്ന ആ നെറുകെട്ട പ്രവർത്തനം, അത് ഓരോ വലതുപക്ഷക്കാരൻ്റെയും ഓരോ വലതുപക്ഷ മാധ്യമത്തിൻ്റെയും മനസ്സുകൂടിയാണെന്ന് പറയേണ്ടി വരുന്നു. കാര്യം ഇത്തരം ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവരും അതേ മനോഭാവക്കാരാണ്, അതേ ചിന്താഗതിക്കാരാണ്, അതിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.